സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ദൈവത്തോട് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടും ആ പയ്യൻ തോറ്റുപോയി, എന്തുകൊണ്ടാണ്? പ്രാർത്ഥിച്ചിട്ടും ആ അമ്മ മരിച്ചുപോയത് എന്തുകൊണ്ടാണ്? എന്താണ്? പ്രാർത്ഥിച്ചുകൊണ്ട് പോയിട്ടും ഇന്റർവ്യൂവിൽ സെലക്ട് ആകാതിരുന്നത് എന്തുകൊണ്ടാണ്? കൃഷി നശിച്ചു പോയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ളതായ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ? ശരി, എല്ലാം വായിച്ചിരിക്കുന്നു. എല്ലാവരുടെയും ചോദ്യങ്ങളെ 2 ഭാഗമായിട്ട് മാറ്റിയിരിക്കുന്നു. അനേകരും ചോദിക്കുന്ന വിഷയം ഇതാണ്: എന്തുകൊണ്ടാണ്? എന്താണ്? എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ്? പരീക്ഷയിൽ പാസ്സാകാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പ്രാർത്ഥിച്ചിട്ടും തിരികെ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോയി, തിരികെ വരുന്നില്ല, എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് രോഗം മാറുന്നില്ല, എന്തുകൊണ്ടാണ്? നിങ്ങൾ സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ ബൈബിളിൽ മൊത്തം എത്ര സങ്കീർത്തനങ്ങളുണ്ട്? 150 സങ്കീർത്തനങ്ങളുണ്ട്. ആ സങ്കീർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 74 സങ്കീർത്തനങ്ങൾ ദാവീദാണ് എഴുതിയിരിക്കുന്നത്. ശലോമോൻ 2 സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നു. മോശ എഴുതിയ 1 സങ്കീർത്തനമുണ്ട്. ആസാഫ് എഴുതിയിരിക്കുന്നത് 12 ചിന്തിക്കുന്നു. കോരഹ് പുത്രന്മാർ എഴുതിയവയുണ്ട്. ഏഥാൻ എഴുതിയതായ സങ്കീർത്തനമുണ്ട്. ഇനിയും കുറേ സങ്കീർത്തനമുണ്ട്. ആരെഴുതിയതെന്ന് നമുക്ക് നിശ്ചയമില്ല. എന്നാൽ ഇവയെല്ലാം സങ്കീർത്തനങ്ങളാക്കി മാറ്റിയത് ആരാണ്? ദാവീദാണ് ഇവയെല്ലാം പ്രാർത്ഥനകളാക്കി മാറ്റിയത്. സങ്കീർത്തനങ്ങളിൽ ദാവീദ് എഴുതിയ ഒരുപാട് സങ്കീർത്തനങ്ങളുണ്ട്. അത് ആസാഫ് എഴുതിയതാണെങ്കിലും കോരഹ് പുത്രന്മാർ എഴുതിയ സങ്കീർത്തനങ്ങളായാലും നാം നോക്കുന്ന സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, ആലയത്തിൽ വെച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിന് വേണ്ടി അവ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നാം നോക്കുമ്പോൾ അവയിൽ ഒരുപാട് സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതായ പ്രാർത്ഥനകളാണ്. ഇനിയും പറയുകയാണെങ്കിൽ ദാവീദിൻ്റെ മനസ്സിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതായ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് എൻ മനമേ എന്നിൽ നീ വിഷാദിച്ച് ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് വിഷാദിച്ചിരിക്കുന്നത് എന്ന് തുടങ്ങിയിട്ട് പറയുന്നു, നിന്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. മറുപടി എവിടെ നിന്നാണ് ലഭിച്ചത്? അവിടെ തന്നെ ലഭിച്ചു. എൻ്റെ ആയുസ് എത്രയാണ്? എൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് വെളിപ്പെടുത്തണമേ. എൻ്റെ ആയുസ് 4 വിരൽ നീളം മാത്രമേ ഉള്ളൂ. മറുപടി അവിടെ തന്നെ ലഭിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ ഒരുപാട് ചോദ്യങ്ങളായിരിക്കും. എന്നാൽ സങ്കീർത്തനത്തിൻ്റെ അവസാനം വരുമ്പോഴേക്കും ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി അവിടെ തന്നെ കിട്ടിയിരിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നമുക്ക് ഉത്തരം അവിടെ നിന്ന് തന്നെ ലഭിക്കും, മറുപടി ലഭിക്കാനിടയാകും. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കണമെന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാകുന്നതായ പല പ്രശ്നങ്ങൾക്കും അതുപോലെ നമുക്കുള്ള പല ചോദ്യങ്ങൾക്കും ഉള്ളതായ മറുപടി വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടാകുമ്പോൾ, എന്നെപ്പോലെയുള്ള ദൈവദാസന്മാരോട് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ അതിന് സംബന്ധിച്ചതായ ആ മറുപടി കുറച്ചൊക്കെ ലഭിക്കും. എന്നാൽ അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രശ്നത്തിനുള്ളതായ പരിഹാരം ലഭിക്കണമെങ്കിൽ, മറുപടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ പരിപൂർണ ആശ്രയം വെച്ച് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ മറുപടി ലഭിക്കും. ഇവിടെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് എന്തുകൊണ്ടാണ് കഷ്ടതയുണ്ടാകുന്നത് എന്നൊരാൾ ചോദിച്ചിരിക്കുന്നു.
ശക്തമായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്ക് എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരാൾ ചോദിച്ചിരിക്കുന്നു. അതായത് ഞങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്നു, എന്നാൽ നിങ്ങൾക്കെന്തുകൊണ്ട് രോഗം വന്നു എന്ന് ഒരാൾ ചോദിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. എന്തുകൊണ്ടാണ്? വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, വലിയ ദൈവദാസനാണവൻ. അവൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. അവൻ്റെ വചനം വായിക്കുന്ന സമയത്ത് എഫേസ്യർക്ക്, കൊലോസ്യർക്ക്, ഗലാത്യർക്ക് അവൻ വിശ്വാസികൾക്ക് വേണ്ടി ചെയ്തതായ പ്രാർത്ഥന നോക്കുമ്പോൾ എത്രയോ ഉന്നതമായ പ്രാർത്ഥനയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ക്രിസ്തുവിനെ പോലെയാകുവാൻ, നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാകുവാൻ, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരപ്പെടേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതിന് വേണ്ടി, നിങ്ങളുടെ വിശ്വാസം ബലപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ രാവും പകലും നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുന്നു എന്ന് വചനത്തിൽ കൂടി നമുക്ക് വായിക്കാൻ കഴിയും. വലിയ ദൈവദാസനാണ്, പ്രാർത്ഥനാ മനുഷ്യനാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി നല്ല പ്രാർത്ഥനാ മനുഷ്യനുമായിരിക്കണം. ചിലർ പ്രാർത്ഥിക്കുകയില്ല, എന്നാൽ പ്രസംഗിക്കും. പ്രസംഗിക്കുന്നതായ വ്യക്തി പ്രാർത്ഥിക്കുവാനും അറിഞ്ഞിരിക്കണം. പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ തന്നെ തിരികെ പോകുന്നത് ഇഷ്ടമല്ല, എനിക്കങ്ങനെയുള്ള മനസ്സില്ല. പ്രസംഗം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം വീട്ടിൽ ചെന്നാലും അർദ്ധരാത്രി 2 മണി കഴിഞ്ഞാലും എനിക്ക് ഉറക്കം വരില്ല. എന്തുകൊണ്ടാണ് ഉറക്കം വരാതിരിക്കുന്നത്? ഞാൻ ചെയ്ത പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. ഇത്രയും പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ടോ? ഇത്രയും പ്രതികൂലങ്ങൾ വിശ്വാസികൾ അനുഭവിക്കുന്നുണ്ടോ? കർത്താവേ, ഇവർക്ക് സഹായം കൊടുക്കണമേ. കർത്താവേ, ഞാൻ ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു, എന്നാൽ പരിപൂർണമായ വിടുതൽ അങ്ങിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്നേയുള്ളൂ പരിഹാരം, നിന്റെ ചോദ്യത്തെ പ്രാർത്ഥനയാക്കി മാറ്റണം. എല്ലാവരും ചേർന്ന് പറയുക. നിന്റെ ചോദ്യത്തെ, നിന്റെ സംശയത്തെ പ്രാർത്ഥനയായിട്ട് മാറ്റുക. ഈ പ്രശ്നമുണ്ടായിരിക്കുമ്പോൾ തന്നെ പലരും വായ് പോലും തുറക്കാതെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എനിക്കിതുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു. എന്താണ് സഹോദരി, എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖമായിരിക്കുന്നു. അങ്ങനെ ചില ആളുകൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്നതായ സംശയങ്ങൾ ആരോടും പങ്കുവയ്ക്കാതെ, ദൈവസന്നിധിയിൽ നിന്ന് പരിഹാരം പ്രാപിക്കാതെ അവരുടെ മനസ്സിൽ തന്നെ വയ്ക്കുവാനിടയാകും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിരാശപ്പെടും, ഭാരപ്പെടും, ഡിപ്രഷനിലേക്ക് പോകുവാനിടയാകും. നിന്റെ ദുഃഖം അവസാനം വലിയ വേദനയായിട്ട് മാറാനിടയാകും. പ്രശ്നം വീണ്ടും മനസ്സിൽ വർദ്ധിച്ച് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ള ആകുലതയിലേക്ക് മാറാനിടയാകും. ഇപ്പോൾ എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് നിന്റെ ചിന്തകൾ അവസാനം നിന്നെ അത് ആകുലതയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ പുതുതായി കണ്ടുപിടിച്ചിരിക്കുന്നു, ഇന്ന് ലോകത്തിൽ 99% ആളുകൾക്കുണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം, ചിന്താഭാരം, ദുഃഖം. അനേകം ആളുകൾ മനസ്സിൽ പ്രശ്നങ്ങൾ വെച്ചിട്ട് വെളിയിൽ ആരോടും പറയാതെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, മനസ്സിൽ വലിയ നിരാശ അനുഭവിക്കുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ പെട്രോൾ ഒഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഓർത്തു നോക്കുക, പണ്ടുകാലം ഇങ്ങനെയുണ്ടായിരുന്ന ചിന്തകളുണ്ടായിരുന്നോ? പണ്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്തിരുന്നത്? എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ കിണറ്റിൽ ചാടുമായിരുന്നു. ഇന്ന് കിണറില്ലല്ലോ, എല്ലാം ബോർവെല്ലുകൾ മാത്രമല്ലേ. അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? അതുകൊണ്ടാണിപ്പോൾ ഫാനും സാരിയും. എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ എന്തുണ്ട്? കിണറില്ലെങ്കിലും ഫാനുകളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. തൂങ്ങി മരിക്കുന്നു. വിദ്യാർത്ഥികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പട്ടണങ്ങളിലുള്ളവർ, ഗ്രാമങ്ങളിലുള്ളവർ, വലിയ വലിയ സിനിമ ആക്ടർമാർ, അതുപോലെ വലിയ പ്രശസ്തരായ ആളുകൾ. എന്തുകൊണ്ടാണ്? ഇവർ വേദനയാൽ, സങ്കടത്താൽ, സമ്മർദ്ദത്താലായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ വിഷയം കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡിപ്രഷന് ഇരയായിരിക്കുന്ന ആളുകളുടെ നാഡീവ്യവസ്ഥ തകരാനിടയാകും. അവരുടെ ഞരമ്പുകൾക്ക് തകരാറുണ്ടാകും. ശരിയായ ആലോചന ശേഷി അവർക്ക് കാണുകയില്ല. ജോലി ചെയ്യുന്ന കാര്യത്തിലും ഒന്നിലും തന്നെ അവർക്കൊരു ഉത്സാഹം കാണുകയില്ല. പിന്നെ എപ്പോഴും ഡള്ളായിട്ട്, മ്ലാനമായിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഒരു വിഷയത്തിലും അവർക്ക് താല്പര്യമില്ലാത്തവരായിട്ട്, ഉത്സാഹമില്ലാത്തവരായിട്ട് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് എന്ന് ചോദിക്കും. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. എന്താ ദുഃഖിച്ചിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? എന്താണ്
ഒരു തരത്തിലുള്ളതായ ഒരു വിരക്തി അവരുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. പണ്ടുകാലത്ത് 70-80 വയസ്സുള്ള ആളുകളിലായിരുന്നു ഇങ്ങനെയുള്ള വിരക്തി കാണുന്നത്. എന്നാൽ ഇന്ന് 20-25-30 വയസ്സുള്ള ആളുകളിലും ഈ വിരക്തി കാണുകയാണ്. ഈ ഞരമ്പുകളിൽ, അതായത് ഡിപ്രഷൻ ഇരയായിരിക്കുന്ന ആളുകളിൽ ഞരമ്പുകളിൽ ക്യാൻസർ ഉണ്ടാകുന്നുവെന്ന് കണ്ടുപിടിക്കപ്പെടാനിടയായി. എങ്ങനെയുള്ള ക്യാൻസറാണ്? ഞരമ്പുകളിൽ ക്യാൻസർ ഉണ്ടാകുന്നുവെന്ന്. ബ്ലഡ് ക്യാൻസർ ഉണ്ട്, ത്രോട്ട് ക്യാൻസർ ഉണ്ട്, ടങ് ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, പലതരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. അതുപോലെ സ്റ്റൊമക് ക്യാൻസർ ഉണ്ട്. എന്നാൽ ഞരമ്പുകളിൽ ക്യാൻസർ ഉണ്ടാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. ഞരമ്പുകൾ വളരെ ചെറുതായിരിക്കുന്നതായ ഡോക്ടർമാർ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ആ ഞരമ്പിലേക്ക് ക്യാൻസർ ഉണ്ടാകുന്നുവെന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ കാരണം? എന്തിനാണ് നിരാശപ്പെടുന്നത്? എൻ്റെ ആത്മാവെ, നീ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നതെന്ത്? നിന്റെ ദൈവമായ യഹോവയിൽ നീ പ്രത്യാശ വച്ചു കൊള്ളുക. നിന്റെ ആകുലതയെ പ്രാർത്ഥനയാക്കി മാറ്റുക. നിന്റെ ചോദ്യങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റുക. നിന്റെ ചിന്തകളെ പ്രാർത്ഥനയാക്കി മാറ്റുക. ഒരു നിമിഷം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയതായ ലേഖനം, ഇത് 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനമാണ് നാം വായിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, എന്താണ് വായിക്കുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്താണ് വചനം ഇവിടെ പറയുന്നത്? ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ആകുലപ്പെടരുത്. ഒരു വിഷയത്തിനെക്കുറിച്ചും നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്. എന്താണ്? ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. എന്നാൽ ആ ആകുലതകൾ എല്ലാം തന്നെ എന്താണ്? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ്? സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ. എന്തെങ്കിലും ചോദ്യങ്ങളുള്ളവർ കൈയുയർത്താൻ പറഞ്ഞപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇവിടെ എഴുതി തന്നിരിക്കുന്നു. നിങ്ങളിൽ അനേകം ആളുകളും ഞാനിങ്ങനെ നിങ്ങളോട് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും കരമുയർത്തുമായിരുന്നു. എന്നാൽ നിങ്ങളിൽ പലരും എനിക്കിങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷമാണ് എഴുതി തരാനിടയായത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത് എന്ന് വിചാരിച്ച ഒരാൾ ഭാരപ്പെട്ടു എന്ന് പറയുന്നു. എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്നറിയുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഒരു രീതിയിലായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് നിരാശയോടെ ആയിരിക്കുന്നത് എന്ന് നിന്ന് ആലോചിക്കുകയല്ലാതെ എന്തുകൊണ്ട് നിരാശയോടെ ആയിരിക്കുന്നു എന്നവർക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ മുഴങ്കാൽ മടക്കുന്ന സമയത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിങ്ങൾ അമ്മയെ കാണുന്ന സമയത്താണെങ്കിൽ അമ്മയോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അമ്മയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും കരമുയർത്താമോ? അമ്മയെ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഒരടി കിട്ടിയാൽ ആദ്യം ആരെയാണ് ഓർമ്മ വരുന്നത്? അമ്മയാണ്. അമ്മയെ കാണുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അമ്മയോട് സംസാരിക്കാൻ തോന്നും. എന്താണ് തോന്നുന്നത്? ചോദിക്കുവാൻ വേണ്ടി തോന്നും. എന്താണ്? ആവശ്യങ്ങൾ പറയുവാൻ തോന്നും. വളരെ വാത്സല്യവും സ്നേഹവും കരുതലുമുള്ളതായ അമ്മയെ കാണുന്ന സമയത്ത് എല്ലാം അമ്മയോട് പറയുവാനായിട്ട് നിങ്ങൾക്ക് തോന്നും. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയി കാണുകയുള്ളൂ. 6 മാസത്തെ സംഭവങ്ങളെല്ലാം തന്നെ അമ്മയോട് പറയാതെ നിങ്ങൾക്ക് തൃപ്തി വരില്ല. ഭർത്താവിനോട് പറയാത്തത്, സഹോദരങ്ങളോട് പറയാത്തത്, അയൽക്കാരോട് പറയാത്തത്, സ്നേഹിതരോട് പറയാത്തത് എല്ലാം അമ്മയോട് പറയുവാനിടയാകും. നമുക്കൊരു വലിയ അമ്മയുണ്ട്. ഈ ലോകത്തിലെ അമ്മമാർ എത്ര കാലം നമ്മോടൊപ്പമുണ്ട്? ഇവിടെയുള്ളവർ എത്ര കാലമുണ്ട്? കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ട് എൻ്റെ അമ്മ മരിച്ചുപോയി? അമ്മ മരിച്ചു പോകത്തില്ലേ? എന്താണ്? അമ്മ മരിക്കുകയില്ലേ? ജീവിതകാലം മുഴുവൻ നിന്റെ പ്രശ്നങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയാണോ അമ്മ ഇരിക്കുന്നത്? അമ്മയ്ക്കും വിശ്രമം വേണ്ടേ? അമ്മ മരിച്ചില്ല. അമ്മ എവിടേക്കാണ് പോയിരിക്കുന്നത്? വിശ്രമത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്താണ്? കുഞ്ഞുങ്ങളെ പെറ്റ് വളർത്തി കഷ്ടത അനുഭവിച്ചു, പട്ടിണി അനുഭവിച്ചു, ഒരുപാട് വേദനകൾ അനുഭവിച്ചു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു ഇങ്ങ് പോരെ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എന്നെ അമ്മ മരിച്ചത്? പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ മരിക്കില്ലെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും കർത്താവ് പ്രാർത്ഥിക്കുന്നവരെ, കർത്താവിൽ വിശ്വസിക്കുന്നവരെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവർ തീർച്ചയായും മരിക്കാനിടയാകും. എന്നാൽ പ്രാർത്ഥിക്കാത്തവർ മരിക്കുമ്പോൾ എവിടേക്ക് പോകും? ആരും നശിച്ചു പോകുന്നത് ഇഷ്ടമില്ല എന്ന് പറയുന്ന കർത്താവ്
പ്രാർത്ഥിക്കാത്തതായ മനുഷ്യരെ അവർ മനസ്സ് മാറ്റുമായിരിക്കും, അവർ ഇനിയും പ്രാർത്ഥിക്കുമായിരിക്കും എന്ന് പറഞ്ഞവർക്ക് കൂടുതൽ ദിവസങ്ങൾ കൊടുക്കുവാണ്. അതല്ലാതെ പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഇന്ന് കൂടുതൽ ജീവിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരാണ് മരിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ ഓർക്കുക, ഈ ലോകം ശാശ്വതമായത് അല്ല. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. ഈ ലോകത്തെ മനുഷ്യരോട് പങ്കുവെച്ചാൽ നമ്മുടെ ആകുലതകൾ മാറില്ല. അയ്യോ അങ്ങനെ പറ്റിയോ, പാവം, അയ്യോ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയായിരിക്കും അവർ പറയുന്നത്. ഈ ലോകത്തിലുള്ള മനുഷ്യർ വെറും വാക്കുകൾ കൊണ്ട് നമ്മെ എത്രയോ ആശ്വസിപ്പിക്കാറുണ്ട്. എന്താണ്? അയ്യോ മോളെ വിശക്കുന്നുണ്ടോ, എന്താണ് ചെയ്യുന്നത്? പോയി കഴിക്കൂ. കഴിക്കാൻ എവിടെ? എന്താണ്? യേശു കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം അവൻ പരിഹാരം നൽകും, വിടുതൽ നൽകുവാനിടയാകും. ഈ കാലത്ത് ചില കുട്ടികളുണ്ട്, വികലാംഗരായിട്ടാണ് ജനിക്കുന്നത്. ആരോ എഴുതി ചോദിച്ചു, കുഞ്ഞുങ്ങൾ രോഗികളായിട്ട് ജനിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണത്? അതിൻ്റെ കാരണം എന്താണെന്ന് ഒരാൾ ചോദിച്ചു. അതിന് 3 കാരണങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. ഒരു ദിവസം യേശു ശിഷ്യന്മാരുമായി പോകുന്ന സമയത്ത് ഒരു അന്ധനായ മനുഷ്യനെ കാണുവാനിടയായി. ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ ജന്മന അന്ധനായി ജനിക്കുവാൻ ഇതിൻ്റെ കാരണമെന്താണ്? ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തതാണോ? എന്തുകൊണ്ടാണ് ഇവൻ ജന്മന അന്ധനായിട്ട് ജനിച്ചത്? അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവൻ കാരണമല്ല, ഇവൻ്റെ അമ്മയപ്പന്മാർ കാരണമല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഇവന് അന്ധനായിട്ട് ജനിച്ചത്. അതായത് മാതാപിതാക്കളുടെ പാപങ്ങൾ മക്കളുടെ മേൽ വരുമെന്ന് ദൈവം പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കളുടെ പാപം കാരണം മക്കൾ വികലാംഗരായിട്ട് അല്ലെങ്കിൽ രോഗികളായിട്ട് ജനിക്കാറുണ്ട്. ചില സമയത്ത് അവർ തന്നെ ചെയ്തതായ പാപം കാരണം അവർക്ക് രോഗങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചില സന്ദർഭങ്ങളിൽ ദൈവം ചില ആളുകളെ ബലഹീനരാക്കിയിട്ട് ജനിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് ആവശ്യം ബലവാന്മാരെയല്ല, മറിച്ച് ബലഹീനരെയാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലും ഒരു കൈയില്ലാതെയോ ഒരു കാലില്ലാതെയോ അല്ലെങ്കിൽ കണ്ണില്ലാതെയോ അതുമല്ലെങ്കിൽ വികൃതമായ രൂപത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കുവാനിടയാകരുത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് വേദനിച്ചിരിക്കേണ്ട കാര്യമില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ വന്നിരിക്കുന്നു, എനിക്കിങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, ഇവനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, നിന്റെ കൃപ ഇവൻ്റെ മേൽ ചൊരിഞ്ഞ് ഇവനെ ബലവാനാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് എന്തുകൊണ്ട് എന്ന് കർത്താവിനോട് ചോദിക്കുകയാണെങ്കിൽ കർത്താവ് മറുപടി നൽകാനിടയാകും. ഇത് എൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്, എൻ്റെ ശക്തിയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയും. സാധാരണ പോളിയോ വന്ന ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നു പോകുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. നമുക്കത് കാണുമ്പോൾ വേദന തോന്നും. എന്നാൽ അവരോട് ചോദിക്കുക, വേദനയുണ്ടോ എന്ന്. അവർക്ക് വേദന ഉണ്ടായിരിക്കുമോ? അവർക്ക് വേദന ഉണ്ടാകില്ല. എന്നാൽ കാണുന്ന നമുക്ക് അയ്യോ അയ്യോ എന്ന് തോന്നുന്നു. എന്നാൽ അവരുടെ ശരീരത്തിൻ്റെ പേശികളൊക്കെ നല്ല ഉറയ്ക്കുവാനിടയാകും, അവരുടെ കാലുകളും. അതുകൊണ്ട് ഒരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് സംഭവിക്കുന്നത്. എന്തു നടന്നാലും അത് എൻ്റെ നന്മയ്ക്കാണ്. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് നാം ഇത്രത്തോളമാണ് കാണുന്നത്. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ വരെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ് വരെ മാത്രം കാണുവാൻ കഴിയൂ. അത്രയേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. എന്നാൽ ദൈവത്തിന് സകലതും അറിയാം, ദൈവത്തിന് സമസ്തവും അറിയാം. ഇപ്പോൾ ജനിച്ച ശിശു 30 വർഷത്തിന് ശേഷം അവൻ ആരാകും എന്നുള്ളതായ വിഷയം ദൈവത്തിന് അറിയാം. നിന്റെ ജീവിതത്തിൽ നടക്കുന്നതായ എല്ലാ പ്രശ്നത്തിനും പിന്നിൽ അല്ലെങ്കിൽ എല്ലാ വിഷയത്തിനും പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നുള്ള വിഷയം നീ വിശ്വസിച്ചാൽ നീ വീണു പോവുകയില്ല, നഷ്ടപ്പെടില്ല. 18 വയസ്സുണ്ടായിരുന്ന യൗവനക്കാരനായിരുന്നപ്പോൾ ദൈവം എന്നെ വേലയ്ക്ക് വിളിച്ചു. ഐഡിക്കാണ് രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടിട്ട് 3 മാസമേ ആയുള്ളൂ. അപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നിന്നെ കണ്ടു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. അന്ന് ഞാൻ ബൈബിൾ പോലും വായിക്കുകയില്ലായിരുന്നു. ഞാൻ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ട് 3 മാസം മാത്രമേ ആയുള്ളൂ. അപ്പോഴാണ്
ഈ വാഗ്ദത്തം കേട്ടത് ഞാൻ അന്യ കുടുംബത്തിൽ നിന്ന് വന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ശേഷം എന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു, എൻ്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചപ്പോൾ എന്തു വേല ചെയ്യണമെന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു. ഞാൻ മദ്രാസിലേക്ക് പോയി. എന്താണ്? ഞാൻ മദ്രാസിൽ ചെന്നിട്ട് അവിടെ തെലുഗു സംസാരിക്കുന്നവർ വളരെ കുറവാണ്, തമിഴാണ് കൂടുതൽ പറയുന്നത്. അവിടെ മുൻപിൽ ചെന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു. ഒരാളെന്നോട് ചോദിച്ചു, നീ എങ്ങനെയാണ് പാസ്റ്റർ ആകുന്നതെന്ന്. ആയോ ഇല്ലയോ? എന്താണ്? ദൈവം പറഞ്ഞതുപോലെ തന്നെ നടക്കുവാനിടയായി. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ ബലഹീനനാണെങ്കിൽ അവൻ എന്തു ചെയ്യും? ബലപ്പെടുത്താനിടയാകും. ഭോഷന്മാരെ ദൈവം എന്തു ചെയ്യും? ജ്ഞാനികളാക്കി മാറ്റും. ദൈവം ജ്ഞാനികളെയല്ല തിരഞ്ഞെടുത്ത്, ഭോഷന്മാരെയാണ് തിരഞ്ഞെടുത്ത് ജ്ഞാനികളാക്കി മാറ്റിയത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുമൊന്നും നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ടതായ കാര്യമില്ല. നിന്നെക്കുറിച്ചുള്ളതായ എൻ്റെ വിചാരങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ വിചാരങ്ങളൊന്നും നിനക്ക് തിന്മയ്ക്കായി ഭവിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം. ഭൂമിയിൽ നിന്ന് ആകാശം എത്രത്തോളം ഉയർന്നിരിക്കുന്നുവോ അത്രത്തോളം എൻ്റെ ചിന്തകളും നിനക്ക് വേണ്ടി വലുതാണ്. നാം നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട്. എന്തൊക്കെയാണ് നാം ചിന്തിക്കുന്നത്? ഇവനെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം, അവൻ 10ാം ക്ലാസ് പോലും പാസ്സാകില്ല, പിന്നെ എങ്ങനെ മെഡിക്കൽ സീറ്റ് ലഭിക്കും? നമ്മുടെ ചിന്ത അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്? അവനെക്കുറിച്ച് എത്ര വലിയ പദ്ധതികളാണ് അവൻ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇവനെ എത്ര ആളുകളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കിയിട്ട് മാറ്റണം എന്ന് നമ്മെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച് വലിയ ഉദ്ദേശങ്ങൾ ദൈവത്തിന് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസം മുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിഴുങ്ങരുത്, മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വയ്ക്കരുത്. പത്രോസിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ പത്രോസിനെ പോലെ ഒരാളില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന പല ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരം ലഭിക്കുകയില്ലായിരുന്നു. യേശു തന്നെ കൊടുക്കുന്നതായ ഉത്തരങ്ങൾ ലഭിക്കില്ലായിരുന്നു. എപ്പോഴും ചോദിക്കുമായിരുന്നു, ഞങ്ങളെല്ലാം വിട്ടിട്ട് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? എന്ത് പ്രയോജനം? മിണ്ടാതിരിക്കൂ എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എൻ്റെ നിമിത്തം ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ഭാര്യയോ ഭർത്താവിനെയോ വസ്തുക്കളെയോ സമ്പത്തോ എന്തിനെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെയും സ്വർഗത്തിലും 100 ഇരട്ടി പ്രതിഫലം കിട്ടും. അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളുണ്ടാകുമ്പോൾ നാം ദൈവത്തോട് ചോദിച്ചാൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുവാനിടയാകും. അങ്ങനെ ആ മറുപടി കൊണ്ട് മറ്റനേകം ആളുകൾക്ക് നമുക്ക് കൊടുക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഇടയാകും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ മേൽ സംശയങ്ങൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ മേൽ സംശയങ്ങൾ ഉണ്ടാകുമോ? വരുമോ? ഇല്ലയോ? പിശാചെന്ന ഒരുത്തനുണ്ട്, നിങ്ങൾക്കറിയാമോ? നന്നായിട്ടറിയാമോ? പഴയ ഫ്രണ്ടാണോ പുതിയ ഫ്രണ്ടാണോ? പഴയ സ്നേഹിതനായിരുന്നോ അതോ ഇപ്പോഴും സ്നേഹിതനാണോ? എന്താണ് പറയുക? പഴയ സ്നേഹിതനാണെങ്കിൽ എന്താണ്, ഇപ്പോഴും വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താ, സുഖമാണോ സഹോദരി, എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കും. അവൻ വലിയ തന്ത്രശാലിയാണ്. ഹവയുടെ അരികിലേക്ക് വരുവാനിടയായി മ്യൂസിക്കൊക്കെ ഇട്ടുണ്ടെന്ന് വന്നത്. ഹവോയെ അപ്പോൾ നോക്കാനിടയായി. ഇത് സത്യമാണോ? എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. പാമ്പ് പത്തി വിരിക്കുമ്പോൾ ഷേപ്പ് എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ. ഇത് സത്യമാണോ എന്ന് ചോദിക്കാനിടയായി. അപ്പോൾ തന്നെ ഈ പഴം തിന്നാൻ പാടില്ലേ, നിനക്കെന്താണ് കാര്യം എന്ന് ചോദിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഒരു നിമിഷം ഇവിടെ നിൽക്കുക, എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിൽ അവിടെ നിന്ന് ആദാമേ എന്ന് വിളിച്ചുകൂടായിരുന്നോ? എന്താണ്? ഇവൾ തന്നെ മറുപടി പറയുവാൻ വേണ്ടി ശ്രമിച്ചു. ഈ പഴം തൊടുവാൻ പോലും പാടില്ലെന്ന് ദൈവം പറഞ്ഞതെന്ന്. തിന്നരുതെന്നാണോ പറഞ്ഞത്, മുട്ടരുതെന്നാണോ പറഞ്ഞത്? അങ്ങനെ ആദ്യം അവൾ തൊട്ടു നോക്കി, ഒരു കുഴപ്പമില്ല. പിന്നെ നേരെ പറിച്ചത് തിന്നാനിടയായി. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ദിവസവും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് പിശാചിൻ്റെ പണി. ഇന്ന് അനേകം ആളുകൾക്ക് വിശ്വാസത്തിൽ സംശയം വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ TV നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ളതായ ഉപദേശങ്ങൾ പറയുന്ന ദൈവദാസന്മാർ വരുന്നത് കാണാം. ഒരു ദിവസം പറഞ്ഞ് അങ്ങനെയാണെന്ന് പറയും, ഒരാൾ പറയും ഇങ്ങനെയാണ്, ഒരാൾ പറയും മാനസാന്തരം, ഒരാൾ പറയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, ഒരാൾ പറയും അതാണ് ഇതാണ്. എങ്ങനെ പറഞ്ഞ അവസാനം നിങ്ങൾ അതൊരു വൈകുന്നേരം വരെ നിങ്ങൾ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തല ഇങ്ങനെ കറങ്ങുവാൻ തുടങ്ങും. ഇതിലേതാണ് വാസ്തവം, ഏതാണ് കള്ളം? പിശാചും അതുപോലെ വെളിച്ച ദൂതന്റെ വേഷത്തിലാണ് വരാറുള്ളത്. യേശുവിൻ്റെ നാമത്തിലാണ് അവൻ കടന്നു വരുന്നത്.
അവനും വന്ന് പരിശുദ്ധാത്മാവെന്നൊക്കെ പറയും. എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. വിശുദ്ധി കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രോഗ്രാമുകളും കാണാൻ വേണ്ടി ശ്രമിക്കരുത്. ആദ്യമായിട്ട് ബൈബിൾ നന്നായിട്ട് വായിക്കുക. ബൈബിളിൽ ഉണ്ടായിരിക്കുന്നതായ വിഷയങ്ങൾ എവിടെയാണ് അതുപോലെ ഉപദേശിക്കുന്നത്, ആ പ്രോഗ്രാമുകൾ കാണാൻ ശ്രമിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രകാഴ്ചയ്ക്ക് പണമില്ലാതെ കടം വാങ്ങിയാണ് ഞാൻ കൊടുത്തത്. എനിക്ക് പണം കിട്ടുമെന്ന് പറയുന്നു, എന്നാൽ എനിക്ക് കടം പോലും വീട്ടുവാൻ കഴിയുന്നില്ല എന്ന് ഒരാൾ പറയുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെ നാം ജാഗ്രതയോടെ ആയിരിക്കണം. അന്ത്യകാലത്തായിരിക്കുന്നു നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നാം ജാഗ്രതയോടെ ആയിരിക്കണം. ദൈവം പ്രസാദിക്കുന്നത് നുറുങ്ങിയതായ ഹൃദയത്തിലാണ്. നുറുക്കമുള്ള ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നതായ സമയത്ത് മറ്റൊന്നും തന്നെ കൊടുക്കുന്നതിൽ നിങ്ങൾ സംശയിക്കുകയേയില്ല. അതുകൊണ്ട് പണം കൊടുത്തിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ ദൈവം അംഗീകരിക്കില്ല. മന്ത്രവാദിയായ ശിമോൻ പത്രോസിന്റെ അടുക്കൽ പണസഞ്ചിയുമായിട്ട് വന്നു. ഈ സഞ്ചി വാങ്ങിയിട്ട്, ഞാൻ ആരുടെ മേലാണ് കൈവയ്ക്കുന്നത്, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് അത്ര നിസ്സാരനാണോ? ഈ പണം ശരിയാവില്ല, ഇനിയും പണം കൊണ്ടുവരിക എന്നാണോ പറഞ്ഞത്? മാസം മാസം അയക്കണമെന്നാണോ പത്രോസ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നിന്റെ ഹൃദയം ദൈവത്തിന് മുൻപിൽ നേരില്ലാത്തത് കൊണ്ട് നിന്റെ പണം നിന്നോടൊപ്പം തന്നെ നശിച്ചു പോകും. നീ ഘോരമായ പാപം ചെയ്തിരിക്കുന്നു. നീ അനുതപിച്ച് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു. ഈ ദിവസം മാനസാന്തരപ്പെടാതെ നീ ചെയ്യുന്ന ഒന്നും തന്നെ ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരില്ല. നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക. എൻ്റെ മകനേ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടി ആരാണ്? യേശു ക്രിസ്തുവാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി യേശു മാത്രമാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? വിശുദ്ധ വേദപുസ്തകമാണ്. എത്ര പേരുണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ആളുകൾ? ഇത്ര നല്ല ആളുകളാണോ നിങ്ങൾ? എത്ര സമയം വായിക്കും? നിങ്ങൾ എത്ര സമയം വായിച്ചു, എത്ര അധ്യായം വായിച്ചു എന്നതല്ല പ്രധാനം. നിങ്ങളുടെ മനസ്സിൽ ആ വാക്യം ടച്ച് ചെയ്യുന്നത് വരെയും നമ്മൾ വായിക്കേണ്ടതാണ്. അതായത് ഹൃദയം ചൂടാകുന്നത് വരെ. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തീ പിടിക്കുമെന്നാണോ? അതായത് ഒരു വചനം വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് തൊടാനിടയാകും. ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമുക്ക് ബുദ്ധി പറഞ്ഞു തരുന്നു, നമ്മെ ഉണർത്തുന്നു, നമ്മെ ശ്വാസിക്കാനിടയാകുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരും. നിങ്ങളത് തൃപ്തിയാകുന്നത് വരെയും ഭക്ഷിക്കണം. എത്ര വരെയാണ് ഭക്ഷിക്കേണ്ടത്? എപ്പോൾ വരെയാണ്? വയറ് നിറയുന്നത് വരെ. 3 പ്ലേറ്റുകൾ നിങ്ങൾ കഴിക്കുമോ? ഇന്നൊരു 3 പ്ലേറ്റ് ചോറ് കഴിച്ചിട്ട് 3 ദിവസം കഴിക്കാതിരുന്നുകൂടെ? ആഹാരം ഉണ്ടാക്കാതിരിക്കാമല്ലോ. അതുപോലെ തന്നെയാണ് ബൈബിളും. അതാത് ദിവസം തന്നെ വായിക്കണം. ഇന്ന് ഞാൻ 5 അധ്യായം വായിച്ചു, ഇനിയും ഞാൻ 5 ദിവസം വായിക്കില്ല, 6-ാം ദിവസമേ വായിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാത് സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, സംശയങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, രോഗങ്ങൾ, ഇവയെ എല്ലാത്തിനെയും നേരിടാൻ ആവശ്യമായിട്ടുള്ളതായ ആത്മീയ ശക്തി നാം നേടുവാനിടയാകും. എപ്പോഴാണ്? വചനം വായിക്കുമ്പോൾ, അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെയെല്ലാം നീ ദർശിക്കണമേ. നിന്റെ മക്കളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളെയും അറിയുന്നതായ ഞങ്ങളുടെ കർത്താവേ, ഓരോരുത്തരുടെ ജീവിതത്തിന്റെ, അവരുടെ മനസ്സിന്റെ ആവശ്യങ്ങളെ, അവരുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവേ, ആ കാൽവറി രക്തത്തെ ഒഴുക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പുതുക്കുമാറാകണമേ. രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നത്തിനും പരിഹാരം നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കും എന്ന വിഷയത്തെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതം ചെയ്യുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ
സേവിക്കും. നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ